മുൻ രഞ്ജി ക്യാപ്റ്റൻ ഒപ്പം അന്താരാഷ്ട്ര അമ്പയറുമായ അനന്തപത്മനാഭൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വളരെ ഞെട്ടലോടുകൂടിയായിരിക്കാം ഒരുപക്ഷെ ക്രിക്കറ്റ് ലോകം ഈ തീരുമാനത്തെ ഏറ്റെടുക്കുക. കാരണം നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ വളരെ പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് ഫോം വരുമ്പോൾ സമയത്ത് തന്നെ ഞാൻ ടെസ്റ്റ് ക്യാപ്പ് ഊരി വെക്കുന്നു എന്ന് പറയുന്നു. 14 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങുകയാണ്. അങ്ങ് എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തെ കാണുന്നത്? വിരാട് കോഹ്ലി നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഒരു ഹൈ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്ത ഒരു പ്ലെയർ തന്നെയാണ്. അപ്പൊ പുള്ളിക്കാരന്റെ സ്റ്റാൻഡേർഡ്സ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റില്. അതും കഴിഞ്ഞ പരമ്പരയിൽ തന്നെ നമ്മളിപ്പോ പല വാർത്തയിലും മാധ്യമത്തിലും അതേപോലെ പ്ലെയേഴ്സായിട്ട് ടീമിന്റെ ബാക്കിയുള്ള അംഗങ്ങളോട് വിരാട് കോഹ്ലി പറഞ്ഞതായിട്ട് നമ്മൾ കേൾക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായി. കാരണം പുള്ളിക്കാരന്റെ ഒരു എക്സ്പെക്ടേഷൻസ് അത് നിലനിർത്താൻ പറ്റിയില്ല. കാരണം 2020 ശേഷം തന്നെ 2020 വരെയുള്ള വിരാട് കോഹ്ലിയുടെ റൺസ് കൂട്ടി എടുത്തതും സെഞ്ചുറിയുടെ എണ്ണവും നോക്കിക്കഴിഞ്ഞാൽ 27 സെഞ്ചുറി മറ്റാണ്. എനിക്ക് റെക്കോർഡ് കൃത്യമായിട്ട് അറിയില്ല, എന്നാൽ എനിക്ക് തോന്നുന്നത് 27 സെഞ്ചുറി മറ്റാണ് 2020 വരെ വിരാട് കോഹ്ലി നേടിയിരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 4 കൊല്ലത്തിനിടയിൽ 3 സെഞ്ചുറിയെ ടെസ്റ്റിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ സമയത്തിൽ ഇപ്പൊ 2020 വരെ നമ്മളിപ്പോ ജോ റൂട്ട് ആവട്ടെ, ബാക്കിയുള്ള ഈ ഫാബുലസ് ഫോർ ബാറ്റേഴ്സ് എന്ന് പറയുന്ന ഇപ്പം സ്മിത്ത് ആവട്ടെ, ജോ റൂട്ട് ആവട്ടെ, വില്യംസൺ ആവട്ടെ, അതിൽ വിരാട് കോഹ്ലി ആയിരുന്നു ഏറ്റവും മുകളിൽ നിന്നിരുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ജോ റൂട്ടിന്റെ സെഞ്ചുറിയുടെ എണ്ണം 16 or 17 ആയിരുന്നു. ഇപ്പം ഈ 4 കൊല്ലത്തിനിടയിൽ ജോ റൂട്ടിന്റെ ഇപ്പൊ ടോട്ടൽ എണ്ണം 34 സെഞ്ചുറിയായി. കാരണം ഈ 4 കൊല്ലത്തിനിടയിൽ 16 സെഞ്ചുറിയാണ് അല്ലെങ്കിൽ 17 സെഞ്ചുറിയാണ് നേടാൻ കഴിഞ്ഞത്. അതേപോലെ വിരാട് കോഹ്ലിക്ക് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ, കാരണം വിരാട് കോഹ്ലി ഒരു 45 ആവറേജ് ഇപ്പം ഉണ്ടെങ്കിലും പോലും പുള്ളിക്കാരന്റെ ഒരു ലാസ്റ്റ് 4 കൊല്ലത്തിന്റെ സ്വയമായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻസ് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടായി കാണും. അത് ഓസ്ട്രേലിയൻ പരമ്പരയിൽ തന്നെ പുള്ളിക്കാരൻ ബാക്കിയുള്ള പ്ലെയേഴ്സിന് പറഞ്ഞു, കാരണം എന്റെ ടെസ്റ്റ് ക്രിക്കറ്റ് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം പറഞ്ഞതായിട്ട് പലപ്പോഴും ഞാൻ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് സ്ട്രൈറ്റ് ആയിട്ട് അറിഞ്ഞില്ലെങ്കിലും ഒരു പ്ലെയർ പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞു കേട്ട് ഒരു അറിവുണ്ട്. സോ ആ ഒരു കാരണമായിരിക്കും കാരണം പുള്ളിക്കാരന്റെ എക്സ്പെക്ടേഷൻസിന് അത് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ ആ ഒരു നിലവിൽ എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ള അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ശരി, അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം 2020 വരെ 27 സെഞ്ചുറികൾ നേടിയിട്ട് അത് കഴിഞ്ഞ് ഉള്ള വർഷങ്ങളിൽ ഇപ്പോൾ 2025 ആകുന്നു, അതിനുള്ളിൽ 3 സെഞ്ചുറികൾ മാത്രമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, അതായത് ഓരോ വർഷവും 1000 റൺസ് എന്ന രീതിയിലേക്ക് അദ്ദേഹം റൺസ് സ്കോർ ചെയ്തിരുന്ന ആളായിരുന്നു വിരാട്. നമ്മളെ സംബന്ധിച്ച് വിരാട് കോഹ്ലി അവിടെ ഉണ്ട്, അതൊരു വലിയ വിശ്വാസമായിരുന്നു. റൺ ചേസ് ചെയ്യാൻ വിരാട് കോഹ്ലി ഉണ്ടെങ്കിൽ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം ഈ സച്ചിൻ ടെണ്ടുൽക്കർ വിരമിച്ച സമയത്ത് ഇനി ഞങ്ങൾ ക്രിക്കറ്റ് കാണില്ല, ഇന്ത്യൻ ക്രിക്കറ്റ് ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞ ഇന്ത്യൻ ആരാധകർ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് വിരാട് കോഹ്ലി ബാറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അവർക്കൊപ്പമാണ് വിരാട് കോഹ്ലി ഇങ്ങ് വന്നത്. അപ്പം വിരാട് കോഹ്ലി പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചത് വലിയ നിരാശയാണ്, വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്.